സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായിൽ മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും അനുകൂലിക്കാത്തവരുമായിട്ടാണ് അവർ ആദ്യം തന്നെ റിപ്പോർട്ട് ചെയ്യൽ. ഏത് റിപ്പോർട്ട് എടുത്ത് നോക്കിയാലും കാണാം. ഇത് എവിടുന്ന് കിട്ടിയതാ അവർക്കൊന്നും അറിയില്ല. അങ്ങനെ ഒരു രാഷ്ട്രീയം സമസ്തക്കില്ല, ഒരു രാഷ്ട്രീയവും സമസ്തക്കില്ല. പക്ഷെ സമസ്തൻ്റെ ആളുകൾക്ക്, സമസ്തയിലുള്ള ആളുകൾക്ക് ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഏത് പാർട്ടിയിലും ചേരാം. അത് നമ്മൾ തടയേണ്ടതല്ല. കാരണം ഈ സർക്കാർ എന്ന് പറയുന്നത് ഈ രാജ്യത്തുള്ള ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്യാനുള്ളവരാണ്. അത് ആര് ചെയ്താലും അംഗീകരിക്കേണ്ടതാണ്. അത് ചെയ്യാൻ പ്രാപ്തിയുള്ള അല്ലെങ്കിൽ അതിന് മനസ്സുള്ള ആളുകളെയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഇതല്ലാതെ നമ്മൾ ആ കാര്യത്തിൽ ഇടപെടാറില്ല, സമസ്ത ഇടപെടാറില്ല. പക്ഷേ ഈ ചാനലുകാരും മറ്റു ഈ മീഡിയ സോഷ്യലിലൊക്കെ തന്നെ ചിലരൊക്കെ ചിലതാക്കി മുദ്ര കുത്തിക്കൊണ്ട് പോകുന്നു എന്നുള്ളത് അത് നമ്മളാരും ഉത്തരവാദിയല്ല. എല്ലാവരും മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം, സമസ്തയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ രാഷ്ട്രീയ നിലപാട് പലവട്ടം പ്രഖ്യാപിച്ചതാണ്. ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയോട് പ്രത്യേകമായ ഒരു ബന്ധമോ അല്ലെങ്കിൽ അകൽച്ചയോ ഇല്ല എന്നുള്ളത്. അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ബഹുമാനപ്പെട്ട നമ്മുടെ സയ്യിദുൽ ഉലമ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് ചിലർക്ക് ദഹിക്കുന്നില്ല. രാഷ്ട്രീയക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മത്സരം ഉണ്ടാവും. അതുപോലെ ഞങ്ങളും അത് മത്സരിക്കണം എന്നുള്ള മനസ്സെച്ചാൽ ശരിയാവില്ല. സമസ്തക്കാർ അങ്ങനെ മത്സരിക്കണം. നിങ്ങളിപ്പം ഇടതുപക്ഷം വലതുപക്ഷത്തിന് കുറ്റം പറയും, വലതുപക്ഷം ഇടതുപക്ഷത്തിന് കുറ്റം പറയും. അത് പരിധിവരെ നിങ്ങൾ പറഞ്ഞോളൂ. നിങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഞങ്ങൾക്ക് അത് പറയാനൊന്നും നമുക്ക് കഴിയില്ല. ഇതാണ് ഇപ്പോൾ ഒരു തർക്കം. ഇപ്പോൾ മുഖ്യമന്ത്രി ആരാച്ചാൽ മുഖ്യമന്ത്രിയോട് ഞങ്ങൾ ബന്ധപ്പെടേണ്ടി വരും, മന്ത്രിമാരോട് ബന്ധപ്പെടേണ്ടി വരും. ഞങ്ങളിവിടെ ജീവിക്കുന്ന പൗരന്മാർ തന്നെ നമുക്കിവിടെ ആവശ്യങ്ങളില്ലേ? ആവശ്യങ്ങൾ ഉണ്ടാവും. നമുക്കെതിരായി വരുന്ന സംഗതികൾക്ക് നമ്മൾക്ക് എന്താക്കണം, പ്രതിരോധിക്കേണ്ടി വരും. ഇത്തരം കാര്യങ്ങളിലൊക്കെ നേരിട്ട് ഇടപെടുന്നു നമ്മൾ സയ്യിദുൽ ഉലമ എന്നുള്ളതാണ് ചിലരൊക്കെ കാണുന്ന തെറ്റ്. അത് ആ തെറ്റാണെങ്കിൽ തെറ്റുകൾ മനസ്സിലാണ് വെച്ച വേറൊന്നുമില്ല. അപ്പം അതുകൊണ്ട് ഈ നിലയ്ക്ക് തന്നെ നമുക്ക് എന്താക്കണം, പോകണം. എല്ലാവരെയും ഒത്തുപിടിച്ച് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് നമുക്ക് എന്താക്കണം, പോകണം. അല്ലാതിരുന്നാൽ ഈ രാജ്യത്ത് ജീവിക്കാൻ പ്രയാസമായിരിക്കും. ഭരിക്കുന്നവരിൽ നിന്ന് അവകാശങ്ങൾ കിട്ടേണ്ടതുണ്ട്, അതിന് അവരുമായി ബന്ധപ്പെടും. പ്രതിപക്ഷത്തിൽ നിന്ന് നമുക്ക് അവകാശങ്ങൾ നേടാൻ വേണ്ടി അവരെ ഒത്താശ കിട്ടേണ്ടതുണ്ട്, അതിന് അവരെ നമ്മൾ സമീപിക്കും. ഈ നമ്മുടെ സ്റ്റേജുകളിൽ തന്നെ ഇപ്പോൾ നമ്മളെല്ലാവരും വരുമ്പോൾ എല്ലാ സ്റ്റേജുകളിലും വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു, രമേശ് ഇന്നലെ കൽപ്പറ്റയിൽ ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ തുടങ്ങിയിട്ട് പല സ്ഥലത്തും ഇടതും വലുതുമായിട്ട് നമുക്കൊരു വ്യത്യാസമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഈ വാട്സപ്പിലൊക്കെ വരുന്ന ഈ പ്രവൃത്തി അതൊക്കെ ഇങ്ങനെ ഒരു തോന്നിയാസം എന്താണെന്ന് അറിയാത്ത കുറേ കുണ്ടന്മാരുണ്ടാവല്ലോ, കളിക്കുന്ന കുണ്ടന്മാർ, അവർ ചെയ്യുന്ന പണിയാണ്. അതൊക്കെ വളരെ തള്ളിക്കളയുക എന്നുള്ളതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ആ നിലക്കെന്താക്കണം, ചിന്തിക്കണം. അള്ളാഹു നമുക്കൊക്കെ നല്ല മനസ്സ് തെരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിലെ പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസാണ്. മുഹമ്മദ് റിയാസ് അദ്ദേഹം മന്ത്രിയാണ്, ഇടതുപക്ഷക്കാരനാണ്, കമ്മ്യൂണിസ്റ്റുകാരനാണ്. അയാളെ കമ്മ്യൂണിസ്റ്റ് മതമൊക്കെ അയാൾ എന്തായിക്കോട്ടെ, അയാൾ ഇവിടെ നമുക്ക് എന്താക്കണം, നമുക്ക് ആവശ്യം റോഡ് പാലൊക്കെ ഉണ്ടാക്കി തരണം. അത് നമ്മളെല്ലാവർക്കും ഉള്ളതാ, മുസ്ലിങ്ങൾക്കും സമസ്തക്കാർക്കും മാത്രമല്ല, പാലുണ്ടായ എല്ലാവർക്കും നടക്കാം. അപ്പം അതിന് അദ്ദേഹത്തിൻ്റെ സഹകരണം നമുക്ക് വേണം. അദ്ദേഹത്തെ ക്ഷണിച്ചിരിക്കുന്നു. പിന്നെ മുഖ്യാതിഥി MK മുദീർ, അദ്ദേഹത്തിനും സ്വാഗതം പറയുന്നു. അദ്ദേഹം നമ്മളെ CH മുഹമ്മദ് കോയ സാഹിബിനെ നമുക്ക് ഓർക്കുന്നു. വളരെ വളരെ നല്ല ഒരു ഓർമ്മയാണ് CHൻ്റെ ഓർമ്മ. നമ്മളെ സംബന്ധിച്ച ഈ സമുദായത്തിനും നാട്ടിനും മതേതരത്തിനും ഒക്കെ വളരെയധികം ജീവൻ അർപ്പിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ മകനും ആ വഴിയിൽ തന്നെ തുടരുന്നതാണ്. ചില അസുഖങ്ങൾ കൊണ്ട് അള്ളാഹു തആല ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. വളരെ സിഹത്ത് ആഫിയത്ത് നൽകി ഈ സമുദായത്തെയും നാടിനെയും നയിക്കാൻ അദ്ദേഹത്തിന് തൗഫീഖ് ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇവിടെ നമുക്ക് പങ്കെടുക്കുന്നത് ഷാഫി പറമ്പിൽ MP ആണ്. ഒരു പ്രസിദ്ധനായ ഒരു ചെറുപ്പക്കാരനായ MP ആണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് ആവശ്യമാണ്. നമ്മൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. പിന്നെ സിദ്ദീഖ് MLA അദ്ദേഹം നമുക്കൊരു പ്രസിദ്ധനായ ഒരാളാണ്. അദ്ദേഹം ഇവിടെ പങ്കെടുക്കും. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുകയാണ്. പിന്നെ PTA റഹീം, അഡ്വക്കേറ്റ് PTA റഹീം, അദ്ദേഹം നല്ലൊരു സമസ്തക്കാരനും കൂടിയാണ്. ആ സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിലൊക്കെ അംഗമായിരുന്ന, അതോടുകൂടെ മഹല്ലുകൾക്കൊക്കെ നേതൃത്വം കൊടുക്കുന്ന ഒരു വലിയ നല്ല മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെയും സാന്നിധ്യം നമുക്ക് ആവശ്യം. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു. പിന്നെ അഹമ്മദ് ദേവർകോവിൽ MLA ആണ്. നേരത്തെ മന്ത്രിയായിരുന്നു, ഇപ്പം MLA ആയിട്ട് നിലനിൽക്കുന്നുണ്ട്. അദ്ദേഹം നമ്മുടെ എല്ലാ പരിപാടികളോടും സഹകരിക്കുന്ന നല്ല ഒരു പ്രവർത്തകൻ തന്നെയാണ്. സമസ്തയ്ക്ക് വേണ്ടി വളരെയധികം സംഭാവനകൾ അർപ്പിക്കുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യുന്നു.
പിന്നെ KT ജലീൽ MLA, ഇവരൊക്കെ ചില പാർട്ടിയിൽ നിന്ന് പോകുന്നവരും ഒക്കെ ആണെങ്കിലും അവർ തമ്മിലുള്ള വിരോധമൊന്നും നമ്മൾ നോക്കേണ്ടതില്ലല്ലോ. അതുപോലെ മുന്നിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല എല്ലാവർക്കും നല്ലത് ചെയ്യാനുള്ള തൗഫീഖും സിഹത്തും ആഫിയത്തും നൽകുമാറാവട്ടെ. എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ തടിച്ചുകൂടിയ ജനങ്ങൾ, നിങ്ങളൊക്കെ വളരെ വിഷമങ്ങൾ സഹിച്ചുകൊണ്ടാണ് വരുന്നത് നമുക്കറിയാം. പക്ഷെ സമസ്ത എന്ന് കേട്ട ആരും നിങ്ങളെ കാരണമായിട്ടൊന്നും വിളിച്ചിട്ടൊന്നുമില്ല. സമസ്ത എന്ന് കേട്ടപ്പം ഓടിയെത്തിയവരാണ്. എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. അല്ലാഹു തആല ഈ മനസ്സ് നിലനിർത്തി അവസാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിച്ച് മരിക്കുന്ന മുഅ്മിനീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മളെയും നമ്മളോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറയുകയാണ്. അതേ അവസരത്തിൽ ഈ ജാഥ ഇപ്പോൾ 8 ദിവസമായി. ഇനി 2 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. നാളെ കണ്ണൂരിൽ പോയി, പിന്നെ കാസർഗോഡ് പോയി, മറ്റന്നാൾ മംഗലാപുരത്ത് അവസാനിക്കുകയാണ്. അർഹമുർ-റഹീമായ തമ്പുരാൻ എല്ലാ നിലക്കും നല്ല നിലയിൽ ആ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ നമ്മുടെ നേതാക്കൾക്കൊക്കെ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് പറഞ്ഞ് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിക്കുന്നു. വ ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.